അപ്ഡേറ്റ്സ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ അപ്ഡേറ്റ് വരുന്നത് നമ്മുടെ ടിക്കി ടാക്ക സിനിമയിൽ നസ്ലൻ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരു കുറച്ച് ഷൂട്ട് എന്നൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ പലതരം വിവാദങ്ങളിൽ പെട്ടിട്ട് നസ്ലൻ കടന്നിട്ട് ഇതാവുന്ന സമയത്ത് ഈ സിനിമയിൽ നിന്ന് നസ്ലൻ പുറത്തു പോയി എന്നുള്ള ഒരു ടോക്ക് ഉണ്ടാവുന്ന സമയത്ത് തിരക്കഥകൾ തന്നെ സിനിമയിൽ നസ്ലൻ ഉണ്ട് എന്നുള്ളത് ഒരു വില്ലൻ ക്യാരക്ടർ ആണെന്നൊക്കെയാണ് കേൾക്കുന്നത്. ആ സിനിമയെ പറ്റി ഒരുപാട് പ്രതീക്ഷ എന്ത് തരത്തിലുള്ള ആസിഫലിന്റെ KGF എന്ന് പറയുകയും ചെയ്തു. രോഹിത്തിന്റെ സിനിമ കാരണം കാലഘട്ടത്തിന് ശേഷം അതെ. അപ്പൊ എന്തായാലും അത് ഗംഭീരമാവട്ടെ, കിട്ടിയ അടിപ്പടം തന്നെ കിട്ടട്ടെ. നെസ്ലന്റെ ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നെസ്ലന്റെ അടുത്ത സിനിമ, അതായത് ഇമ്മീഡിയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ സിനിമ നമ്മുടെ മോളിവുഡ് ടൈംസ് ആണ്. നമ്മുടെ അഭിനവ് സുന്ദർ നായകന്റെ മുകുന്ദുണ്ണി അസോസിയേഷൻ ഡയറക്ടർ. ആ സിനിമ അനൗൺസ് ചെയ്തിട്ട് കുറച്ചായി, ഈ വർഷം തന്നെ ചെയ്തു തോന്നുന്നു. അപ്പൊ കുറച്ചായി സിനിമ അനൗൺസ്മെന്റ് നടത്തിയിട്ട്. അപ്പൊ എന്തായാലും ഈ ടിക്കറ്റാക്കടെ ഷൂട്ട് കഴിഞ്ഞാൽ നേരെ നെസ്ലൻ ജോയിൻ ചെയ്യാൻ പോണത് ആ പടത്തിലേക്കാണ്. അടുത്തതെന്ന് പറയുന്ന വേറൊരു അപ്ഡേറ്റ് വന്ന രതീഷ് അമ്പാട്ടിന്റെ പുതിയ സിനിമ. അപ്പോ രതീഷ് അമ്പാട്ട്, ഷാഹി കബീർ കൂടിയിട്ട് നമ്മൾ കുഞ്ചാക്കോ നായകനായിട്ട് സിനിമ വരുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ട്. ആ സിനിമയിൽ ദിലീപ് ആയിരിക്കും നായകൻ എന്നുള്ള തരത്തിൽ കുറെ ടോക്കൊക്കെ ഉണ്ടായിരുന്നു. ഷാഹി കബീർ ദിലീപ് പ്രോജക്ട് വരുന്നു എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ റീസെന്റ് ഇന്റർവ്യൂല് ഷാഹി കബീർ തന്നെ പറഞ്ഞ അനുസരിച്ച് കുഞ്ചാക്കോ തന്നെ ആയിരിക്കും മിക്കവാറും ഇതിൽ നായകൻ. അത് അയാൾക്ക് പോലീസ് കഥ എഴുതാൻ എന്തോ ഒരു കഴിയുന്നുണ്ട്. അല്ല, അതിപ്പോ ഓഫീസർ ഓൺ ഡ്യൂട്ടി കഴിഞ്ഞിപ്പോ കുഞ്ചാക്കോന്റെ പോലീസ് വേഷങ്ങൾക്കും വേറൊരു തരത്തിലുള്ള അപ്പോ അത് ആണ് നെക്സ്റ്റ്. അതുപോലെ ഷാഹി കബീറിന്റെ അടുത്തൊരു സിനിമ എന്നുള്ള തരത്തില് നായാട്ടിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. ഒരു കോർട്ട് റൂം ഡ്രാമ ആയിരിക്കും എന്നുള്ള തരത്തിലൊരു ന്യൂസും കേൾക്കുന്നുണ്ട്. അതായത് ആ ക്യാരക്ടേഴ്സിന്റെ ട്രയൽ ആയിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നുണ്ടാവാതെ. എന്തായാലും ഇപ്രാവശ്യം പുള്ളി വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പാണ്. പല ആൾക്കാർക്കും നായാട്ട് സിനിമയുടെ ക്ലൈമാക്സിന്റെ ഒരു ഞെട്ടല്, അതായത് ആ മെയിൻ ക്യാരക്ടേഴ്സ് അത്ര നിസ്സഹായാവസ്ഥയിൽ എത്തിയാൽ അവസാനിപ്പിച്ചാല് ചില ആൾക്കാർക്ക് അത് ഇതല്ല. പക്ഷേ എന്താ പറയാ, മലയാള സിനിമയിൽ ഏറ്റവും മോശം ക്ലൈമാക്സ് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലൈമാക്സ് ആണ്. അത് സത്യം പറഞ്ഞ റിയാലിറ്റി ആണ്. അതെ. റിയാലിറ്റി സംഗതിയാണ് അത്. ഇതാണ് അവരെ അവസ്ഥ എന്നുള്ള സാധനം അവര് രസകരത്തിൽ കാണിച്ചത്. എന്തായാലും മാർട്ടിൻ ബർക്കാട്ടിന്റെ സിനിമയാണ് ഇതിൽ വരട്ടെ, നല്ല പോലെ ആയിരിക്കട്ടെ. അടുത്തത് നമ്മുടെ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിറ്റി ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മളെ ജാംബി പറഞ്ഞ സിനിമയുടെ കാര്യം. പക്ഷെ ഡിറ്റക്റ്റീവ് വിജിലൻ സിനിമ കണ്ട ആൾക്കാർക്ക് അത് അത്ര എക്സൈറ്റ്മെന്റ് ആയിരിക്കില്ല, കാരണം നമ്മൾ ഓൾറെഡി ആ ടീസർ കണ്ടതാണ്. അതെ. എക്സൈറ്റ്മെന്റിന്റെ ലെവൽ അവിടെ ഉണ്ട്, അവരത് കണ്ടിരിക്കുന്നു. അതെ. ഈ ജാംബി എന്ന് പറയുമ്പോ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇനി അടുത്ത വരുന്ന മൂന്നാമത്തെ സിനിമ, അത് ഒരു സോംബി ഫിലിം. അതിൽ ഇപ്പൊ കണ്ടപ്പോ എല്ലാവരും ടീച്ചർ കണ്ടിരിക്കുന്നു, വെളിച്ചപ്പാട് എന്ത് രീതിക്ക് മാറുന്നു എന്നുള്ളത്. അപ്പോ ഡിറ്റക്റ്റീവ് വിജിലനിൽ ആദ്യം തുടക്കത്തിൽ തന്നെ പേളിമാണി ഹസ്ബൻഡും പോകുന്ന ഗ്രാമം ആണ് ഇനി ഈ സിനിമയിൽ അതിന്റെ ലൊക്കേഷൻ കംപ്ലീറ്റ്. അപ്പോ അത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും മലയാള സിനിമ. അതുപോലെ കഴിഞ്ഞിട്ടാണ് ജോർജ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മൾ ആ ചെറിയൊരു ആ സീന് കണ്ടപ്പോ തന്നെ അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ. ശരിക്കും ഒരു പക്ക ഹൊറർ, എന്ത് രസമായിട്ടാണ് അത് ചെയ്തു വെച്ചത്. അപ്പൊ അവര് അതുപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള റൈറ്റേഴ്സ് തന്നെയാണ്. പിന്നെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് അവർ 2026 സിനിമ റിലീസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അടുത്തെല്ലാം ഗംഭീരായിരിക്കട്ടെ. നമ്മുടെ രജനീകാന്തിന്റെ സിനിമ അപ്ഡേറ്റ് ഉണ്ടല്ലോ. അതുപോലെ ചിക്കറ്റ് വൈബ് ഫസ്റ്റ് സിംഗിൾ ആയിട്ട് വരണത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അവര്. എന്തായാലും ഈ മാസമാണ് വരുന്നുള്ള കാര്യമൊക്കെ കേൾക്കുന്നുണ്ട്. റിലീസായി ആഗസ്റ്റ്. സത്യത്തിൽ അപ്ഡേറ്റ് എത്തുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും ഒരു പ്രോപ്പർ ട്രെയിലർ വരണം സിനിമ. അത് മിക്കവാറും അടുത്ത മാസം പ്രതീക്ഷിക്കാം. അതെ. അതുപോലെ തന്നെ നമ്മുടെ നെൽസൺ ഡയറക്ടർ, പുള്ളിക്കാരന്റെ ബർത്ത്ഡേ നാളുണ്ട്. അപ്ഡേറ്റ് ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ഷൂട്ടിംഗ് സ്റ്റിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ലൊക്കേഷന്റെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടായ പോലെ അതിലിപ്പോ എന്തായാലും നമുക്ക് എല്ലാവരെയും സ്റ്റില്ല് കാണാൻ പറ്റാത്ത പരമാവധി. നമ്മുടെ രാജമൗലി പടത്തിന്റെ അപ്ഡേറ്റ് ഒന്നുണ്ടല്ലോ. രാജമൗലി പടത്തിന്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോഴും അതൊരു പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. അത് സെറ്റ് വർക്ക്. അപ്പോ ഒരു 50 കോടി ചെലവില് നമ്മൾ ഹൈദരാബാദില് ആശയുടെ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. പല ആൾക്കാരും മഹേഷ് ബാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ എത്രത്തോളം ഫാൻ പവർ ഉള്ള ആളാണെന്നുള്ള സംഗതി ഉണ്ട്. അപ്പൊ അയാളുടെ ഭയങ്കര പ്രോപ്പറായിട്ട് ഇപ്പൊ നമ്മുടെ പ്രഭാസിന്റെ ബാഹുബലി വന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഒരു സിനിമ ഇവിടെ വന്ന് കറക്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത് വന്നിട്ടില്ല. അപ്പൊ ഈ സിനിമ ആയിരിക്കും മിക്കവാറും സിനിമ മലയാളം ഡബ്ബിൽ ഇറങ്ങിയിട്ടില്ല.
പക്ഷെ നമ്മൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പല സിനിമകളും ഇവരുടേതായിട്ടുണ്ട്. എന്തിന് വിജയ്ക്ക് വരെ 2 റീമേക്ക് സിനിമ ഉണ്ട്. അതെ അതെ. അപ്പോ അതെന്തായാലും കലക്കട്ടെ. പിന്നെ നമ്മുടെ വെട്രിമാരന്റെ സൂര്യ സിനിമ വാടിവാസൽ, ആ സിനിമ ഷെൽഡ് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പോ അതിന്റെ കാരണം കൊണ്ടായിരിക്കും തോന്നുന്നു കേട്ടോ, ആ പ്രൊഡക്ഷൻ ഹൗസിന് വേണ്ടിയിട്ട് വെട്രിമാരൻ ചിമ്പുവിനെ വെച്ചിട്ട് ഒരു പടം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ. STR49 എന്നാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത്. മുൻപ് ഒരു പടം ഉണ്ടായിരുന്നു ആ സിനിമ, STR49 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാർക്കിംഗ് ഡയറക്ടർ സന്താനമൊക്കെ അഭിനയിക്കുന്ന സിനിമ ആയിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് STR ഇപ്പോ ഇതില് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഗെറ്റപ്പ് ഒക്കെ അതിൽ നമുക്ക് ആ ഫോട്ടോയിൽ കാണാം. പിന്നെ അതിൽ നെൽസനെ നമുക്ക് കാണാൻ സാധിച്ച പിക്കില് അത് അത്ഭുതമായി. ഒരു ആക്ടർ എന്നുള്ള ലെവലിലായിരിക്കണം, ആ ഒരു ആക്ടർ എന്നുള്ള ലെവലിലായിരിക്കണം. അല്ല, നെൽസണും STR ഓൾറെഡി തമ്മിലൊരു ബന്ധമുണ്ട്. കാരണം STR ആയിരുന്നു വേട്ടയമൻ എന്ന് പറഞ്ഞ് അഭിനയിക്കുന്നത്, പകുതിയോടുകൂടി നിർത്തി പോയൊരു സംഗതിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോ ഈ പ്രൊഡക്ഷൻ ഹൗസിന് വേണ്ടിയിട്ട് സൂര്യ ഒരു സിനിമ ചെയ്തു കൊടുക്കണം എന്ന് കേൾക്കുന്നുണ്ട്. അതിന്റെ ഡയറക്ടർ നമ്മുടെ ജിത്തുമാധൻ, ആവേശം ഇത് ജിത്തുമാധനാണെന്ന് കേൾക്കുന്നുണ്ട്. 3 മലയാളം ഡയറക്ടേഴ്സിന്റെ പേരാണ് ലിസ്റ്റ് ഉണ്ട്. അത് അതെ അതെ. പുള്ളി ഓൾറെഡി ബേസിലിന്റെ സ്ക്രിപ്റ്റ് കേട്ടതാണ്, ജിത്തുവിന്റെ സ്ക്രിപ്റ്റ് കേട്ടതാണ്. ഓക്കെ പറഞ്ഞു നമുക്കറിയില്ല. ഇനി വാടിവാസൽ ഡ്രോപ്പ് ആയോ ഇല്ലെന്നുള്ളത് നമുക്ക് അടുത്ത മാസം 23 നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അതെ അതെ അതെ.